വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. TCP/IP മോഡൽ. TCP/IP മോഡൽ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ നെറ്റ്വർക്കിംഗ് മോഡലിനെയാണ് നമ്മൾ TCP/IP മോഡൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ TCPയുടെ ഫുൾ ഫോമാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ഇനി ലെയേഴ്സ് ഓഫ് TCP/IP മോഡൽ നോക്കാനാണെങ്കിൽ മെയിനായിട്ട് 4 ലെയേഴ്സാണുള്ളത്. ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, ആഫ്റ്റർ ദാറ്റ് ഇൻ്റർനെറ്റ് ലെയർ ആൻഡ് അറ്റ് ലാസ്റ്റ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഇനി നമുക്ക് TCP/IP മോഡലിൻ്റെ ഡയഗ്രാം നോക്കാം. ഇതാണ് TCP/IP മോഡലിൻ്റെ ഡയഗ്രാം. ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ വരുന്നു, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ വരയ്ക്കുന്നു, പിന്നെ ഇൻ്റർനെറ്റ് ലെയർ വരയ്ക്കുന്നു, പിന്നെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ വരയ്ക്കുന്നു, അതായത് ലിങ്ക് ലെയർ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ TCP/IP മോഡലിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾക്കിത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിച്ച OSI റെഫറൻസ് മോഡലിൻ്റെ ഡയഗ്രാമും TCP/IPയുടെ ഡയഗ്രാമും ഞാൻ ഒരുമിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും സെക്ഷൻ ലെയറും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ TCP/IPയിൽ ഒരൊറ്റ ആപ്ലിക്കേഷൻ ലെയറായിട്ട് മാത്രം വരുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയർ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ നെറ്റ്വർക്ക് ലെയറും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് 2 ലെയേഴ്സ് ഇല്ലായിരുന്നോ, ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് TCP/IPയിൽ നെറ്റ്വർക്ക് ആക്സസ് ലെയറായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് തുടങ്ങാം. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും യൂസർ ആപ്ലിക്കേഷൻസിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 3 ലെയേഴ്സ്, അതായത് OSIയിൽ 3 ലെയേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് TCP/IPയിൽ ആപ്ലിക്കേഷൻ ലെയർ വരുന്നത്. അതായത് ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെക്ഷൻ ലെയർ. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് എന്ന് പറഞ്ഞാൽ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതേപോലെ തന്നെ HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്നുള്ളത്. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, DNS എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ വെബ് ബ്രൗസിങ്, ഇമെയിൽ, വാട്സപ്പ് ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെയേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതേപോലെ തന്നെ സെഗ്മെൻറ്റേഷൻ, എറർ ചെക്കിംഗ്, റിലയബിൾ ട്രാൻസ്മിഷൻ ഇതെല്ലാം ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പ്രോട്ടോക്കോൾസിൽ വരുന്നത് TCP, UDP ആണ്. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്, UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. ഇവിടെ ഡേറ്റ യൂണിറ്റ് വരുന്നത് സെഗ്മെൻ്റ് ആയിട്ടാണ്. ഇനി അടുത്ത വരുന്ന ലെയറാണ് ഇൻ്റർനെറ്റ് ലെയർ എന്നുള്ളത്. അതായത് റൂട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയറാണിത്. അതേപോലെ തന്നെ IP അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. ഇനി പ്രോട്ടോക്കോൾസിൽ നോക്കാനാണെങ്കിൽ IP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ICMP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളാണ്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടർ എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഡേറ്റ യൂണിറ്റ് വരുന്നത് പാക്കറ്റ് ആയിട്ടാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയറാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നുള്ളത്. ട്രാൻസ്ഫർ ഡേറ്റ ത്രൂ ഫിസിക്കൽ നെറ്റ്വർക്കിലൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. OSIയിൽ ഡേറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ വരുന്നത്. ഇവിടുത്തെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് MAC അഡ്രസ്സിങ്, ഫ്രെയിം ട്രാൻസ്മിഷൻ, സിഗ്നൽ ട്രാൻസ്മിഷൻ ഇതെല്ലാമാണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷൻസ്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ സ്വിച്ച്, ഹബ്ബ് ഇതെല്ലാമാണ് ഇവിടെ വരുന്നത്. ഇനി ഡേറ്റ യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്രെയിം ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണ്. ഞാനിപ്പോൾ ഹായ് ഹലോ എന്നാണ് അയക്കുന്നതെങ്കിൽ മെസ്സേജ് ഈസ് സെൻഡ് ത്രൂ വൈഫൈ ഓർ മൊബൈൽ സിഗ്നൽസ്. വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ സിഗ്നൽസ് വഴി ആ മെസ്സേജസ് സെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ലെയർ എന്ത് ചെയ്യുന്നു, IP അഡ്രസ്സ് അതിൽ ആഡ് ചെയ്തിട്ട് കറക്റ്റ് പാത്ത് എങ്ങോട്ടാണോ അയക്കേണ്ട ആ കറക്റ്റ് പാത്ത് ആ IP അഡ്രസ്സ് വെച്ചിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇൻ്റർനെറ്റ് ലെയർ നടക്കുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താ ചെയ്യുന്നത്, ഞാൻ അയക്കുന്ന മെസ്സേജ് ഡിവൈഡ് ചെയ്യും സെഗ്മെൻ്റ് ആയിട്ട്. അതെന്തിനാണ് ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലയബിൾ ആയിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇത് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഫൈനലി ദ മെസ്സേജ് അപ്പിയേഴ്സ് ഇൻ
വാട്സപ്പ് ഓർ ബ്രൗസർ. ഞാൻ ആർക്കാണോ അയച്ചത് അയാളുടെ വാട്സപ്പിൽ ആ മെസ്സേജ് അപ്പിയർ ചെയ്യുന്നു. അത്രയാണ് ഇവിടെ വരുന്നത്.